ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അന്നൂസ് കിച്ചൻ ലാബ്. അപ്പോൾ നമ്മുടെ ചൂടൊക്കെ മാറി മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയല്ലോ, അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ ഇന്നൊരു ചങ്ക്സ് കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ചങ്ക്സ് എന്ന് പറയുന്നത് ശരിക്കും സോയാബീൻ എന്ന ഒരു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പാലൊക്കെ മാറ്റി സംസ്കരിച്ച ഒരു സാധനമാണ് സോയാബീൻ ചങ്ക്സ്. അപ്പോൾ ഇത് ഹെൽത്തിൽ പറയുകയാണെങ്കിൽ നല്ല പ്രോട്ടീനൊക്കെ ഉള്ളൊരു സാധനമാണ്. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ ഫസ്റ്റ് നമ്മുടെ നെയ്ബേഴ്സാണ് ഇതിനെ പരിചയപ്പെടുത്തി തന്നത്. അതിനു മുമ്പ് ഞാൻ കല്യാണത്തിനൊക്കെ പോയാൽ മാത്രം കാണുന്ന ഒരു സാധനമായിരുന്നു സോയാബീൻ ചങ്ക്സ്. അപ്പോൾ കൊണ്ടു തന്ന പാടന്നെ നമുക്കിതങ്ങനെ അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പിന്നീടാണ് നമുക്ക് ഈ ഒരു റെസിപ്പി കിട്ടിയത്. ഇത് അടിപൊളി സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് വെക്കുക. കൂടെ തന്നെ ഇനി ഉണ്ടാക്കാൻ വളരെ എക്സ്പെൻസ് നല്ല കുറവ് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് വെക്കുക. മട്ടൻ കുറുമയുടെയൊക്കെ ആ ഒരു സെയിം ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ വെക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഞാനിവിടെ ചങ്ക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയ സൈസ് ഉണ്ട്. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു സൈസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കഴുകിയ ശേഷം നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഏകദേശം ഒരു 2 മണിക്കൂർ വെച്ചാൽ തന്നെ നല്ല സോഫ്റ്റായി വരും. ഇനി ഇതുപോലെ പിഴിഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ പിന്നെ ചങ്ക്സൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് നമുക്കൊന്ന് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്തെടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തെടുക്കാം. ഞാൻ അങ്ങനെ കുറേ മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല, കുറച്ച്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ചങ്ക്സിലെയും മുളക് എത്തുന്നത് അക്കത്തിൽ നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് സാധാരണ നമ്മൾ പൊരിക്കുന്നത് പോലെ തന്നെ ഒന്ന് മുളക് ഉപ്പിട്ട് കുഴച്ചേക്കാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. നമ്മൾ സാധാരണ മീനൊക്കെ പൊരിക്കുന്നില്ലേ, അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ ഇപ്പോൾ സിമ്പിളായിട്ട് ഫ്രൈ ചെയ്യുന്നു. നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് മസാലപ്പൊടിയൊക്കെ ചേർത്തിനെങ്കിൽ അത് കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും ഫ്രൈ. പിന്നെ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഫ്രൈ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചങ്ക്സ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. കൂടെ തന്നെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഞാനിവിടെ ചങ്ക്സ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്താ പറയുക, നല്ല ഇറച്ചി കഷ്ണം പോലത്തെ സാധനമാണ്. ടേസ്റ്റിന് അടിപൊളിയാണ് ഈ കുറുമയുടെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ അടുത്തതായി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇത് നല്ല കട്ടിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാലെന്നും പറയും. ഞാൻ പൊരിച്ച സെയിം പാനിൽ തന്നെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഒരു ഉള്ളി കൊത്തിയരിഞ്ഞ് വെച്ചത് ഇട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ കുറേ ഉള്ളി ചേർക്കുമ്പോൾ അതിനൊരു ചെറുതായ ഒരു മധുരം വരും. അതുകൊണ്ട് ഞാനിവിടെ ഒരു ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തെടുത്താൽ കാരണം നമ്മൾ നേരത്തെ ചേർത്തെടുക്കുന്നല്ലോ, കുറച്ച് ഉപ്പ് നോക്കിയിട്ടൊന്ന് ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ഇട്ടെടുക്കുന്നത്. സാധാരണ നമുക്ക് ഇതാക്കുന്നില്ലേ. അപ്പോൾ പിന്നെ ഇതിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ മുറിച്ചത് ഇട്ടെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അവിടെ എന്താ പറയുക, ആ ഒരു മസാലേൻ്റെ ആ ഒരു പച്ച കുത്ത് മാറുന്നവരെ നമ്മൾ സാധാരണ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു സാധനം ട്രൈ ചെയ്ത് വെക്കുക. കാരണം ഇത്രയും ചെറിയ എക്സ്പെൻസിൽ അടിപൊളി സാധനമാണ് ഈ കുറുമ. ഇപ്പോൾ ഞാനിവിടെ നേരത്തെ എടുത്ത് വെച്ചാൽ നല്ല കട്ടിക്കെടുത്ത പാലാണിത്, തേങ്ങാപ്പാൽ. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വേറെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു നമ്മൾ ചങ്ക്സ് പൊരിച്ച ഒരു മുളക് പൊടിയും അത് തന്നെയാണ് ഇതിൻ്റെ കളർ നൽകുന്നത്. ഇനി നമ്മുടെ ചങ്ക്സ് പൊരിച്ചത് ഇതിലേക്ക് ചേർത്തെടുക്കാം. അപ്പോൾ ഇത് ആദ്യം ഇട്ടുകൊടുക്കുമ്പോൾ നല്ല ഒരു വെള്ള കളർ ഉണ്ടാവുക. പക്ഷെ ഇത് കുറുകി വരുമ്പം നല്ല ഒരു കളറൊക്കെ മാറി വരും. ഇനി നമുക്കിതൊന്ന് നന്നായി കുറുക്കി എടുക്കുകയാണ് വേണ്ടത്. ഇതൊന്ന് നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ തന്നെ തിള വരാൻ കാത്തിക്കുക. അതിന് മുമ്പായി നമുക്കിത്
തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. ഞാൻ നേരത്തെ ആദ്യമേ ഇടാണ്ടെന്ന് വെച്ചാൽ കുറുമയ്ക്കൊക്കെ എന്താ പറയുക, ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ തക്കാളിയൊക്കെ ഇങ്ങനെ ഉടഞ്ഞു പോകില്ലേ, അതുകൊണ്ട് ഞാനിവിടെ ലാസ്റ്റ് ഇട്ടത്. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം കാത്തിക്കാം. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കുറുമേൻ്റെ ആ സ്റ്റൈലിലേക്ക് അതിനെ തിക്കായി വരുന്നത്, അതിൻ്റെ കളറൊക്കെ മാറുന്നുണ്ടോ. അപ്പോൾ നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് ആക്കണമെങ്കിൽ സാധാരണ വേണമെങ്കിൽ അണ്ടി ബദാമൊക്കെ അരച്ചിട്ടിടാം. പക്ഷെ നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടത് നമ്മൾ ഒരു ചെറിയ എക്സ്പെൻസിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുറുമയാണിത്. അപ്പോൾ അതുകൊണ്ട് അണ്ടിയും ബദാമൊക്കെ നല്ല എക്സ്പെൻസുള്ള സാധനമല്ലേ, അപ്പോൾ ചെറിയ എക്സ്പെൻസിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം ആയിക്കൊണ്ട് നമ്മൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ തന്നെ തിളച്ചിട്ട് അതിൻ്റെ ഒരു കുറുമ സ്റ്റൈലിൽ തന്നെ ആയിക്കോളും. അപ്പോൾ ഇത് കണ്ടോ, തിക്കായിരുന്ന നേരത്തെ നല്ല പാലിൻ്റെ ഒരു ഇതാണ് ഉണ്ടായത്. അപ്പോൾ ഇത് ചെറുങ്ങനെ തിക്കായി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്താൽ അതിൻ്റെ ഒരു കുറുമേൻ്റെ ടെക്സ്ചറായി വരും. കണ്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല വിതറി കൊടുക്കാം. പിന്നീട് കറിവേപ്പില ഉണ്ടാവില്ലേ, അപ്പോൾ കറിവേപ്പിലയും കുറച്ചൊരു ഒന്ന് ഇതിൻ്റെ ടോപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് മൂടി വെച്ചിട്ടൊന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു മട്ടൻ കുറുമയുടെ ആ ഒരു ടേസ്റ്റ് വരുത്ത്. ഇത് നല്ല പൊത്തി വെച്ച നല്ലൊരു കുറുമേൻ്റെ ഒരു കട്ട ഒരു ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ. നമുക്കിതൊന്ന് ജസ്റ്റ് ഫുള്ളായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ശരിക്കും നല്ല ഒരു കുറുമേൻ്റെ ടെക്സ്ചറാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്മെല്ലും വരുന്നുണ്ട്, കാരണം നമ്മൾ ലാസ്റ്റ് ആ ഒരു ഗരം മസാല ഇട്ടെടുത്തിട്ടില്ലേ. നമുക്കിതൊന്ന് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. വളരെ എക്സ്പെൻസ് കുറഞ്ഞൊരു കറി കൂടിയാണിത്. അങ്ങനെയാണെങ്കിലും നല്ലൊരു എന്താ പറയുക, മട്ടൻ കുറുമയുടെ ഒക്കെ ഒരു ടേസ്റ്റുള്ളൊരു സൂപ്പർ കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഞാനൊന്നിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ഒരു മട്ടൻ കുറുമയുടെ ഒക്കെ ഒരു ടേസ്റ്റ്, ആ ഒരു അതിൻ്റെ ടെക്സ്ചറും അതേപോലെ തന്നെ നമുക്ക് കുറുമൻ്റെ ആ ഒരു ടെക്സ്ചറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പുതിയ റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. അതുവരേക്കും ബൈ, സ്റ്റേ ട്യൂൺഡ്.